ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. A4 ഷീറ്റ് ഉപയോഗിച്ച് ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തെടുത്താലോ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ A4 ഷീറ്റ് എടുക്കുക. അതിൻ്റെ അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി പേപ്പറിൻ്റെ 4 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ 4 ലൈൻസ് വെച്ചിട്ട് വരച്ചെടുക്കാം. ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ കിട്ടുക. ഇനി ചെയ്യേണ്ടത് സിസർ ഉപയോഗിച്ചിട്ട് പേപ്പറിൻ്റെ 4 കോർണറിൽ നിന്നും ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാല് കോർണറും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വരച്ച ലൈനിൻ്റെ ലെങ്ത് കൂടിയിട്ടുള്ള ഭാഗം സൈഡിലേക്ക് കിട്ടുന്ന മാതിരി ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ സൈഡിലും നമ്മൾ 4 കോളംസ് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അതിൽ 3rd കോളത്തിൽ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ മുകളിലേക്കായിട്ട് ഇതേ രീതിയിൽ ഒരു ചെറിയ ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ലൈനിൻ്റെ 2 സൈഡിൽ നിന്നും ചെരിച്ചിട്ട് മറ്റു 2 ലൈൻ കൂടി വരച്ചെടുക്കാം. 2 സൈഡും ഇതേ രീതിയിൽ തന്നെ മുകളിലും താഴെയുമായിട്ട് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ലൈനും ഇതേ രീതിയിലൊന്ന് മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡിസൈൻ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സൈഡാണ് കേട്ടോ ആദ്യം തന്നെ മടക്കിയെടുക്കേണ്ടത്. മടക്കിയെടുക്കുമ്പോൾ ഒരുപാട് പ്രസ്സായി പോവാതെ ഇതേ രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട്. 2 സൈഡും പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം.
അതിനുശേഷം ബാക്കി 2 സൈഡുകൾ കൂടി ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ 4 കോർണറുകളും ലോക്ക് ചെയ്ത് കൂടി എടുക്കുക. ഇനി കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ ഞാനിതിൻ്റെ 4 സൈഡിലും ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഒരു ക്യൂട്ട് മിനി ഫോട്ടോ ഫ്രെയിം നമുക്ക് ഫോട്ടോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടി കുട്ടി ക്രാഫ്റ്റ്സ് വെച്ചിട്ടോ അതോ അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ടോ ഒക്കെ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഡെസ്ക് സ്റ്റിക്കറായിട്ടും അതേപോലെ തന്നെ സ്ക്രാപ്പ് ബുക്ക് ഡിസൈൻ ചെയ്യാനും വോൾ ഡെക്കറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. വളരെ കുറച്ച് സമയമെടുത്ത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഈ ഒരു ഫ്രെയിം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.